നാഷണൽ അവാർഡ് വിന്നർ സിദ്ധാർത്ഥ് ശിവ എഴുതി ഡയറക്റ്റ് ചെയ്ത് ബി രാകേഷ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നിവിൻ പോളിയുടെ സഖാവ് മൂവിയുടെ പോസ്റ്റർ റിലീസായി. ഒരു ആർട്ടിസ്റ്റിക് ഫീലുള്ള ഒരു ഡിസൈൻ ടച്ചിലാണ് പോസ്റ്റർ തോന്നിപ്പിക്കുന്നത്. നിവിൻ പോളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി പിടിച്ചു നിൽക്കുന്നതായിട്ടാണ് പോസ്റ്ററിൽ. ഈ സിനിമ ഫൈനൽ സ്റ്റേജ് ഷൂട്ടിലാണിപ്പോൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബാക്ക്ഡ്രോപ്പിൽ ഉള്ളതുകൊണ്ട് ഇപ്പോൾ തന്നെ സഖാവോ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നു. രാഷ്ട്രീയ ഡ്രാമകളുള്ള സ്റ്റോറി ലൈൻ പൊതുവെ മലയാള ഓഡിയൻസിൽ ഒരു ഹരമാണോ? ലെഫ്റ്റ് ഫ്രണ്ടിന്റെ ലീഡർ ആയിട്ടാണ് നിവിൻ പോളി ഇതിലെ കൃഷ്ണകുമാർ ആവുന്നത്. ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് നിവിൻ പോളി ഈ ക്യാരക്ടർ ചെയ്യുന്നത്. കണ്ടിറങ്ങിയാലും ഇതിലെ കൃഷ്ണകുമാറിന്റെ കഥാപാത്രം ഓഡിയൻസിന്റെ മനസ്സിൽ തങ്ങി നിൽക്കുമത്രേ. സഖാവോ വെറും ഒരു പൊളിറ്റിക്കൽ ഡ്രാമ മാത്രമല്ലത്രേ, ഒരല്പം ഹ്യൂമറും റൊമാൻസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ജേക്കബിന്റെ സ്വർഗരാജ്യത്തിന്റെ റിലീസിനു ശേഷം ഏപ്രിലിലാണ് ഇതിന്റെ വർക്കുകൾ തുടങ്ങിയത്. ബൾക്ക് ഡേറ്റുകൾ കൊടുത്തിരുന്നെങ്കിലും ഡിഫറെന്റ് ഷെഡ്യൂൾസിലായിട്ടാണ് ഇതിന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചത്. ഡിമോണിറ്റൈസേഷൻ ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം ഷൂട്ടിങ്ങിനു ഇടയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. JNUവിൽ നിന്ന് വന്ന ഒരു സ്റ്റുഡന്റ് ആക്ടിവിറ്റീസ് നീതിയായിട്ടാണ് ഇതിൽ അപർണ ഗോപിനാഥ് എത്തുന്നത്. ഗായത്രി സുരേഷ്, കോളിവുഡ് ആക്ട്രസ് ഐശ്വര്യ രാകേഷ് എന്നിവരാണ് ഇതിലെ മറ്റു ഫീമെയിൽ ആർട്ടിസ്റ്റ്. പിന്നെ ശ്രീനിവാസൻ, മണിയൻപിള്ള രാജു, ജോജു ജോർജ് എന്നിവർ മറ്റു താരങ്ങളും. തെറി, കത്തി, രാജാറാണി എന്നീ സിനിമകളിലെ സിനിമാറ്റോഗ്രാഫർ ജോർജ് C. വില്യംസ് ആണ് ഇതിലെ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത്. പ്രശാന്ത് പിള്ളെ മ്യൂസിക്കും. യൂണിവേഴ്സൽ സിനിമയുടെ ബാനറിൽ ബി രാകേഷ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സിനിമ മാർച്ച് 10 തിയേറ്ററുകളിലെത്തും. വാർത്തകളിൽ വേറൊരു വിശേഷം കൂടിയുണ്ട്. നോട്ട്ബുക്കിലൂടെ മലയാളത്തിൽ കടന്നു വന്ന നടി പാർവതി ബോളിവുഡിൽ ഡെബ്യൂ എൻട്രി നടത്തുന്നു. പാർവതിയുടെ ഹീറോ ആയി ഇതിൽ ഇർഫാൻ ഖാനും. ഇവർ രണ്ടുപേരും ഇതിൽ ഒരു റോഡ് ട്രിപ്പിൽ കണ്ടുമുട്ടി അവസാനം പ്രേമത്തിലാവുന്ന രണ്ട് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടാണ് വരുന്നത്. ബിക്കാനേർ, ഋഷികേഷ്, ഗാങ്ടോക്ക് എന്നീ സ്ഥലങ്ങളിലാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. ഒരു റൊമാൻറ്റിക് കോമഡിയായ ഈ സിനിമ തനുജ ചന്ദ്രൻ ഡയറക്റ്റ് ചെയ്യുന്നു. ഷാരൂഖ് ഖാന്റെ ദിൽ തോ പാഗൽ ഹേയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു തനുജ ചന്ദ്രൻ. ചെറിയ ക്യാരക്ടർ ആണെങ്കിലും ലാലേട്ടിന്റെ മമ്മൂക്കയുടെ കൂടെയൊക്കെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ പോവും. അങ്ങനെ അത് എനിക്ക് കിട്ടണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരു വലിയ നഷ്ടമായി പോവും.